ഇന്ന് നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനം നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുക്കുകയാണ്. അതായത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് സോക്ക് ചെയ്യണം. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഈ സോക്കിംഗ് വീഡിയോ ഞാൻ ഏകദേശം ഒരു 3 ദിവസം മുമ്പായിട്ട്, അതായത് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് 3 ദിവസം മുമ്പായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്കൊരു ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ഓറഞ്ചോളം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി, അതിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഓറഞ്ച് എടുക്കുക. ഇവിടെ ഞാൻ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത് നന്നായി ജ്യൂസാക്കി എടുക്കണേ. അതിനുശേഷം അത് നന്നായി അരിച്ചെടുക്കുക. അതിനകത്ത് തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതാണ് ഇവിടെ സോക്ക് ചെയ്യാൻ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. ഈന്തപ്പഴമുണ്ട്, പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടി, ഇത് കുറച്ച് ഡ്രൈ പൈനാപ്പിൾ ആണ്, പിന്നെ കിസ്മിസ്, ഉണക്കമുന്തിരി. പിന്നെ അതിനുശേഷം നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് നന്നായി അത് മിക്സ് ചെയ്തെടുക്കുക. അത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് എത്ര ജ്യൂസ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. ഞാനിവിടെ 3 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 3-4 പഞ്ചസാര ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലി അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി തിളച്ച ശേഷം നമ്മൾ നമ്മുടെ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് എന്നിട്ട് നന്നായി തിളച്ച് ഈ പരുവം ആകുമ്പോഴത്തേക്കും നന്നായി തിളച്ച് അത് കഴിഞ്ഞിട്ട് നന്നായി വരട്ടിയെടുക്കണം. ഒട്ടും വെള്ളമില്ലാതിരിക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അത് ചിലപ്പം പൂത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാൻ. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, നമ്മുടെ ഈസ്റ്റ് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. അത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് നമ്മുടെ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ നന്നായി വരട്ടി ഒട്ടും തന്നെ വെള്ളമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ആകണം. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്കിനി ഇത് ഒരു നന്നായി അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ വരട്ടിയ ഫ്രൂട്ട്സും നട്ട്സും നമ്മളത് മുഴുവൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും നന്നായി ടൈറ്റായിട്ട് ഇത് അടച്ച് വെക്കാം. നമ്മളിത് സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സാണ്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇത് നന്നായി ഒന്ന് ഇളക്കി വെക്കാം. ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി വെക്കാവേ. ഇതിപ്പം ഈ രീതിയിലായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട്. ഇന്ന് ഇത് 4ാമത്തെ ദിവസമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് നല്ല പാകമായി നല്ല സോഫ്റ്റ് ആൻഡ് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. ഇനി ഇത് നമ്മൾ സോക്ക് ചെയ്ത് 4ാമത്തെ ദിവസമാണ്. എന്നപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് 3ാമത്തെ ദിവസം വേണമെങ്കിൽ ഇതുപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതിനകത്ത് ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ട് നന്നായി അത് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അലൂമിനിയം പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് അത് ഞാൻ കാരമലൈസ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ആറാൻ വെക്കാം. ഞാൻ ഇതുപോലെയുള്ള ഒരു പാനിലാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു റിങ്ങും ഇറക്കി വെക്കും. എന്നിട്ട് ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ഫ്ലോർ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് ഇത് മൈദാമാവാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എന്നിവയും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് അരിച്ചെടുക്കണം. എങ്കിലേ അത് മിക്സായി കിട്ടുകയുള്ളൂ. ഞാനിവിടെ ഇപ്പം 2-3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം.
നമുക്കപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം 2 മുട്ടയാണ് വേണ്ടത്. നമ്മൾ ഈ കേക്ക് ബീറ്റർ ഉപയോഗിക്കാതെ മിക്സിക്കകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 മുട്ട ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഒന്നുകിൽ വാനില എസൻസോ അല്ലെങ്കിൽ പ്ലം കേക്കിൻ്റെ എസൻസ് കിട്ടും, അതോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പ്ലം കേക്കിൻ്റെ എസൻസാണ് ഉപയോഗിക്കുന്നത്. പ്ലം കേക്കിൻ്റെ എസൻസ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് വീണ്ടും നന്നായി ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് രണ്ടും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയും ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇതിൻ്റെ പകുതി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര മതിയാവും. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്ലോർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം നന്നായി പാകമായിട്ടുണ്ട്. ഇത് 4ാമത്തെ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും വൈനിലോ മറ്റ് സാധനങ്ങളിലോ ഉണ്ടാക്കിയ കേക്കുകൾ ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് ഇത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 തവണയായിട്ട് വേണേൽ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് കുറേശ്ശെ വേണം ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് കേട്ടോ, ക്യാഷ്നട്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നപ്പോൾ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും. അതൊരു നന്നായിരിക്കും. കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് അതൊരു സ്പെഷ്യൽ ഒരു ഇതായിട്ട് എന്താ പറയുക, ടേസ്റ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു സുഖമായിരിക്കും അത് അങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. എല്ലാവരും അതങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ബട്ടർ പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എയർ ബബിൾസ് നമുക്ക് തട്ടിക്കളയണം. അതിനായിട്ട് ഒരു സ്റ്റിക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കുകയും കൂടി ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് വരുമ്പോൾ മുകളിലും അകത്തും ഒക്കെ ഇങ്ങനെ ബബിൾസ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40 to 50 മിനിറ്റ്സെങ്കിലും പ്ലം കേക്കിന് ആവശ്യമായിട്ട് വരുമേ. ഞാൻ ഈ കേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, ട്യൂട്ടി ഫ്രൂട്ടി, ക്യാഷ്നട്ട് എന്നിവ ചെയ്തിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കേക്ക് ഒന്ന് വെന്തോന്ന് നോക്കാം. അതിന് നമ്മൾ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ ഒന്ന് സെൻറ്റർ പോയിൻറ്റിൽ കുത്തി കൊടുക്കുക. അതാ കണ്ടില്ലേ, സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വെന്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇത് അടച്ച് വെക്കാം. നമുക്ക് വീണ്ടും ഈ കേക്ക് വെന്തോന്നൊന്ന് നോക്കാമേ. ആ സെയിം സ്റ്റിക്ക് തന്നെ വെച്ച് നോക്കാം. നമ്മളത് ആ സെൻറ്ററിൽ തന്നെ കുത്തി നോക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ സ്റ്റിക്കിൽ ഒന്നും തന്നെ പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് കേക്കിൻ്റെ മറ്റ് ഭാഗങ്ങളിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ കേക്ക് സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കേക്ക് പാകമായെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കേക്ക് ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
പ്ലം കേക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കാൻ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ അതുപോലെ തന്നെ ഇത് ബട്ടർ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് പിറ്റേ ദിവസം ഞാനെടുത്ത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇതാ നോക്കിക്കേ, ഇതിൻ്റെ അകം നോക്കിക്കേ, നിറയെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി കേക്കാണ് കേട്ടോ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വേഗം തന്നെ കത്തി അതിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. അത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഈ പ്ലം കേക്കും ഗ്രേപ്പ് ജ്യൂസും കൂടെ കഴിക്കുന്നത്. സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ, പ്ലം കേക്കും ഗ്രേപ്പ് ജ്യൂസും കൂടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പ്ലം കേക്കുകളെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാമേ. ശരിക്കും ഇതൊരു സൂപ്പർ ടേസ്റ്റി ആൻഡ് യമ്മി കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കാണാമല്ലോ ഇതിനകത്ത് നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ്നട്ടും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഓറഞ്ചിൻ്റെ സ്കിന്നും എല്ലാം നല്ലതായിട്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മുടെ നാവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം വീട്ടിൽ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻസും അടിക്കണേ.